നമസ്കാരം. ബസിന്റെ മുൻവശത്തെ ഗ്ലാസിന് പിന്നിൽ വെള്ളക്കുപ്പി സൂക്ഷിച്ചതിന്റെ പേരിൽ KSRTC ഡ്രൈവറെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ KSRTCക്കും വകുപ്പ് മന്ത്രിക്കും ഹൈക്കോടതിയിൽ തിരിച്ചടി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയത് ഹൈക്കോടതി റദ്ദാക്കി. മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റമെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് N നഗരേഷിന്റെ നടപടി. ശിക്ഷാ നടപടിയായിട്ടാണ് സ്ഥലം മാറ്റമെന്നാണ് വ്യക്തമാക്കുന്നതെന്നും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി. ജെയ്മോനെ പൊൻകുന്നം ഡിപ്പോയിൽ തന്നെ തുടർന്നും ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചു. വെള്ളക്കുപ്പി സൂക്ഷിച്ചതിന്റെ പേരിൽ സ്ഥലം മാറ്റിയത് മതിയായ കാരണമില്ലാതെയാണെന്ന് നിരീക്ഷിച്ചാണ് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി പൊൻകുന്നത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴായിരുന്നു KSRTC ബസിന്റെ മുൻവശത്തെ ഗ്ലാസിന് പിന്നിൽ വെള്ളക്കുപ്പി സൂക്ഷിച്ചത് കണ്ട ഗതാഗത മന്ത്രി വാഹനം തടഞ്ഞത്. ഇതിന് പിന്നാലെയായിരുന്നു ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റിയത്. പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് തൃശൂരിലേക്കാണ് സ്ഥലം മാറ്റിയത്. തുടർന്നാണ് പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവർ ജെയ്മോൻ ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചത്. 8 മണിക്കൂർ തുടർച്ചയായി ഡ്രൈവ് ചെയ്യേണ്ടതിനാൽ ചൂട് കൂടുതലാണെന്നും അതിനാലാണ് കുടിവെള്ളം മുൻപിൽ സൂക്ഷിച്ചതെന്നും ഹർജിക്കാരനായി ഹാജരായ സീനിയർ അഭിഭാഷകൻ KP സതീശൻ വാദിച്ചു. മദ്യമൊന്നും അല്ലല്ലോ സൂക്ഷിച്ചത്, മന്ത്രി ഇടപെട്ടതിനാലാണ് സ്ഥലം മാറ്റിയതെന്നും വിശദീകരിച്ചു. സ്ഥലം മാറ്റുന്നതിലൊന്നും തെറ്റില്ലെന്നും പക്ഷേ മതിയായ കാരണം വേണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. വെള്ളക്കുപ്പിയല്ലേ സൂക്ഷിച്ചത്, മദ്യക്കുപ്പിയല്ലോ എന്നും തൊഴിൽ സംസ്കാരമാണ് മാറേണ്ടതെന്നും അതിനാണ് നടപടി വേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. അമിത അധികാര പ്രയോഗമാണ് KSRTCയുടെ നടപടിയെന്നും ജെയ്മോൻ ജോസഫിനെ പൊൻകുന്നം ഡിപ്പോയിൽ തുടരാൻ അനുവദിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടെന്നും സ്ഥലം മാറ്റത്തിൽ മന്ത്രിക്ക് പങ്കില്ലെന്നും KSRTCയുടെ അഭിഭാഷകൻ ദീപു തങ്കൻ വാദിച്ചു. കൈ കാണിച്ചിട്ട് വാഹനം നിർത്താതെ പോയി എന്ന പരാതിയിലും ജീവനക്കാരെ സ്ഥലം മാറ്റാറുണ്ടെന്നും വിശദീകരിച്ചു. പൊൻകുന്നത്ത് നിന്ന് തിരുവനന്തപുരം വരെ തുടർച്ചയായി ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ശുദ്ധജലം വാഹനത്തിന്റെ മുൻപിൽ സൂക്ഷിച്ചതെന്നായിരുന്നു ജെയ്മോന്റെ വാദം. വാഹനം തടഞ്ഞു നിർത്തി മന്ത്രി ഇടപെട്ടതിനാലാണ് സ്ഥലം മാറ്റം ഉണ്ടായതെന്നും ഹർജിക്കാരൻ പറഞ്ഞു. എന്നാൽ ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും സ്ഥലം മാറ്റത്തിൽ മന്ത്രിക്ക് പങ്കില്ലെന്നുമാണ് KSRTCയുടെ അഭിഭാഷകൻ വാദിച്ചത്. കൈ കാണിച്ചിട്ട് വാഹനം നിർത്താതെ പോയി എന്ന പരാതിയിലും ജീവനക്കാരെ സ്ഥലം മാറ്റാറുണ്ടെന്നും KSRTC വിശദീകരിച്ചിരുന്നു. ഒരു വ്യക്തിയുടെ സേവനം മറ്റൊരിടത്താണ് ആവശ്യമായി വരുന്നതെങ്കിൽ സ്ഥലം മാറ്റമാവാം. അച്ചടക്ക നടപടി നേരിടുന്ന ആൾ അതേ സ്ഥലത്ത് തന്നെ തുടരുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും സ്ഥലം മാറ്റമാകാം. സ്ഥാപനത്തിനോ പൊതുസമൂഹത്തിനോ മൊത്തത്തിലോ ഗുണമുള്ള കാര്യമാണെങ്കിലും സ്ഥലം മാറ്റം നീതീകരിക്കപ്പെടാം. എന്നാൽ ഇവിടെ ഈ കാരണങ്ങളൊന്നും ബാധകമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭരണപരമായ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റമെന്ന് പറഞ്ഞ KSRTC സ്ഥലം മാറ്റ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ സ്ഥലം മാറ്റ ഉത്തരവിൽ എന്തെങ്കിലും അച്ചടക്ക നടപടികളെ കുറിച്ച് പറയുന്നില്ല. പൊൻകുന്നത്ത് നിന്ന് പുതുക്കാട്ടേക്ക് ഡ്രൈവറെ സ്ഥലം മാറ്റിയത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമാക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ മുൻഭാഗത്ത് 2 പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളം വെച്ചിരുന്നതിന്റെ പേരിലാണ് മരങ്ങാട്ടുപിള്ളി സ്വദേശി ജെയ്മോനെ പാലാ പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് തൃശൂർ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയത്. ഇതിനെതിരെയാണ് ജെയ്മോൻ ഹൈക്കോടതിയെ സമീപിച്ചത്.